ഹായ് എവരിവൺ. സോ ഇന്ന് ഒരു നെഗറ്റീവ് ഡേ ആയിരുന്നു അല്ലേ നിഫ്റ്റിയിൽ. സോ നിഫ്റ്റി ഇന്ന് വീണ്ടും ഒരു തേർഡ് കോൺസിക്യൂട്ടീവ് ഡേ ആയിട്ട് നിഫ്റ്റി ഇന്ന് വീണ്ടും ബിയറിഷ് തന്നെ ആയിരുന്നു. സോ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 22,792, അതായത് യെസ്റ്റർഡേ ക്ലോസ് ചെയ്തതിൽ നിന്ന് ഒരു 70 പോയിന്റ്സ് ഗ്യാപ് ഡൗണുമായിട്ടാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇന്നത്തെ ബിയറിഷ്നെസിന്റെ കാരണങ്ങൾ, അതായത് ഇന്നത്തെ നിഫ്റ്റി ഡൗൺ മൂവ്മെന്റ്സ് കാരണങ്ങളും മറ്റും നമുക്ക് ചാർട്ടിലൊന്ന് പോയി നോക്കാം. സോ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 20,792 ലെവലിൽ ഒരു 70 പോയിന്റ്സ് ഗ്യാപ് ഡൗണുമായിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം നമുക്കറിയാം ഈ 20,800 ലെവലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 20,700 വരെ നിഫ്റ്റി നല്ലൊരു ഫാൾ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ 1 hour ചാർട്ടിൽ നമുക്ക് നോക്കാം. സോ 20,700 വരെ ഒരു നല്ലൊരു ഫാൾ ആണ് നിഫ്റ്റി തന്നത്. then again 20,700 നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തതിന് ശേഷം 20,800 വരെ വീണ്ടും ഒരു അപ്സൈഡ് മൂവ് തന്നു. അതിനുശേഷം വീണ്ടും 20,800 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനാവാതെ നിഫ്റ്റി വീണ്ടും ഫാൾ ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. സോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. അതായത് 20,800 ലെവലിൽ നിന്ന് 20,700 ലെവലിലേക്ക് ഒരു ബിയറിഷ് മൂവ്, അതായത് ഒരു ഡൗൺഫാൾ തന്നു. അതിനുശേഷം ഈ 20,700 സപ്പോർട്ട് എടുത്തതിനു ശേഷം then again 20,800 വരെ ഒരു അപ്സൈഡ് മൂവ് തന്നു. then again 20,800 നിന്ന് ഒരു നല്ലൊരു ഫാൾ തന്നു. സോ എന്താവും നിങ്ങളുടെ കാരണങ്ങൾ? സോ നമ്മൾ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ഷൻ ന്യൂസുകൾ, അതായത് ഇലക്ഷൻ ഫേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് ഒരു ഫേസ് കൂടി നടക്കാണ്ട് അതിന് ശേഷം ഇലക്ഷൻ, അതായത് ജൂൺ 4 റിസൾട്ടും വരാറുണ്ട്. സോ ആ ഒരു ന്യൂസുകൾ നിലനിൽക്കെ നമുക്കറിയാം അതും ഒരു കാരണം തന്നെയാണ്. സോ അതല്ലാതെ കാരണമുള്ളത് നമുക്കറിയാം ഈ ഒരു വീക്കായിട്ട്, സോ കഴിഞ്ഞ വീക്കായിട്ട് 23,000 എന്ന ഒരു ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരുന്നു. സോ 23,000 ബ്രേക്ക് ചെയ്തതിനു ശേഷം 23,107 വരെ നിഫ്റ്റി മൂവ് ചെയ്തു. അതായത് 20,100 അബവ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു ചാനൽ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു റെഡ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെ, അതായത് ഈ ഒരു റെഡ് ട്രെൻഡ് ലൈൻ വരെ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20,100 റേഞ്ച് വരെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ് ഈ ലെവൽസ്. സോ ഈ 22,100 ലെവൽ മൂവ് ചെയ്തതിനു ശേഷം നല്ലൊരു ഫാൾ ആണ് തന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഡേ ചാർട്ട് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സോ ആ ഡേ ചാർട്ടിൽ തേർഡ് ഡേ, അതായത് മൂന്നാമത്തെ ദിവസമാണ് നിഫ്റ്റി ബിയറിഷ് ആയിട്ടുള്ളത്. സോ ഈ ഒരു 3 ദിവസം കൊണ്ട് നിഫ്റ്റി ഏതാണ്ട് 400 എബവ് പോയിന്റ്സ് ഡൗൺഫോൾ ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ 23,000 ലെവലിൽ നിന്ന് പുതിയൊരു ലെവല്, അതായത് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ തേർഡ് കോൺസിക്യൂട്ടീവ് ഡേ ആണ് നിഫ്റ്റി ഫാൾ ആവുന്നത്. സോ ഇന്ന് വളരെ വ്യക്തമാണ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റ്, സോ വേൾഡ് മാർക്കറ്റും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡിലാണ്. സോ യുഎസിന്റെ റേറ്റ് കട്ട്സ് അനിശ്ചിതത്വത്തിൽ കാരണം ഒക്കെ ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റും റെഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ അതായത് നമ്മുടെ ഇലക്ഷൻ ജിറ്റേഴ്സും അതുപോലെ പ്രോഫിറ്റ് ബുക്കിങ്ങും വേൾഡ് മാർക്കറ്റിന്റെ നെഗറ്റിവിറ്റി. സോ ഓൾമോസ്റ്റ് ഏത് പോയിന്റ്സ് എടുത്താലും ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി നടന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗിന്റെ കൂടി ഫലമാണ് ഈ ഒരു നിഫ്റ്റി തേർഡ് കോൺസിക്യൂട്ടീവ് ഡേയും ഈ ഒരു ഫാൾ തന്നിട്ടുള്ളത്. സോ നമുക്ക് ലെവൽസ് ഒന്ന് വാച്ച് ചെയ്യാം. സോ ഈ 22,800 ലെവലും 22,700 ലെവലും, സോ ഈ ഒരു ലെവൽ നല്ല ക്രൂഷ്യലാണ്. കാരണം ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ്. അതായത് 20,800 ഓപ്പൺ ചെയ്തു, 700 വരെ വന്നു, വീണ്ടും മുകളിലേക്ക് 800 വരെ മൂവ് ചെയ്തു, then again 700 വരെ വന്ന് സപ്പോർട്ട് എടുത്തു. സോ ഈ ഒരു ലെവലിലാണ് ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നെക്സ്റ്റ് ഡേ, അതായത് നാളത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തായിരിക്കും നിഫ്റ്റി മുകളിലേക്കോ താഴോട്ടോ മൂവ് ചെയ്യുകയുണ്ടാവുക. സോ നമുക്ക് OI അനാലിസിസ് ഒന്ന് നോക്കാം. സോ OI ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഓപ്ഷൻ ചെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സി സൈഡിൽ 22,800 ലെവലിൽ 3 lakh എബോവ് OI ആണ് ബിൽഡപ്പ് ആയിരിക്കുന്നത്. ദെൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,900 ലെവൽ 3 lakh എബോവ് OI ബിൽഡപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 23,000 5 lakh എബോവ് ആണ് OI ബിൽഡപ്പ് ആയിരിക്കുന്നത്. ദെൻ പുട്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,700 ലെവൽ 2 lakh എബോവ് OI ബിൽഡപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 20,500 ലെവൽ 3 lakh എബോവ് OI ബിൽഡപ്പ് ആയിട്ടുണ്ട്. 20,600 2 lakh എബോവ് OI ബിൽഡപ്പ് ആയിട്ടുണ്ട്. സോ അപ്പർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ളത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അതായത് ഏകദേശം 5 lakh എബോവ് OI ആണ് ഈ 23,000 ബിൽഡപ്പ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 22,800 ലെവലും അതുപോലെ 20,700 ലെവലും. സോ ഈ രണ്ട് ലെവൽസ്, സോ 22,800 ലെവൽ 3 ലാക്ക് അബോവ് ആയി ബിൽഡപ്പ് ആയിട്ടുണ്ട്. അതുപോലെ 20,700 1 ലാക്ക് അബോവ് ആയി ബിൽഡപ്പ് ആയിട്ടുണ്ട്. സോ ഈ രണ്ട് ലെവൽസിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ചാർട്ടിലൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം നമുക്ക്. സോ 20,800 ലെവൽ, 22,700 ലെവൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ. then അതിന് താഴെ, അതായത് നിഫ്റ്റി ഫർദർ ഒരു ഫാൾ തരികയാണെന്നുണ്ടെങ്കിൽ സോ 20,500 ലെവൽ വരെ വന്നേക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡൗൺ സൈഡിൽ നെക്സ്റ്റ് ഓയി കൂടുതൽ ബിൽഡപ്പ് ആയിട്ടുള്ളത് 20,500 ലെവൽ. അതായത് ഫുഡ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും 22,500 ലെവലില് ഏകദേശം 3 ലാക്ക് അബോവ് ആയി ബിൽഡപ്പ് ആയിട്ടുണ്ട്. സോ അപ്പർ സൈഡിൽ ലോവർ സൈഡിൽ 22,500 ലെവൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. സോ ഈ 22,700 ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 22,580 ലെവൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അതും ഫർദർ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 22,500 ലെവൽ വരെ നിഫ്റ്റി വന്നേക്കാം. ദെൻ അപ്പർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ള ഈ ഒരു ലെവൽ നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം 23,000 ഏകദേശം 5 ലാക്ക് അബോവ് ആയാണ് ഈ 23,000 ബിൽഡപ്പ് ആയിരിക്കുന്നത്. സോ അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ അത് നിലനിൽക്കും. സോ 22,800 ബ്രേക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ഇന്നൊരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഗ്യാപ് ഫില്ലിംഗിനുള്ള ചാൻസ് കളിക്കാനാവില്ല. സോ നിഫ്റ്റി ഫർദർ ഒരു മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 22,800 മുകളിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തതിനു ശേഷം മേ ബി 22,950 ലെവൽ അല്ലെങ്കിൽ 23,000 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് നല്ലൊരു പോസിറ്റിവിറ്റി മാർക്കറ്റ് ഉണ്ടാവണം, എങ്കിലേ ഈ ഒരു മൂവ്മെന്റ്സ് പോസിബിൾ ആവുള്ളൂ. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട്, അതായത് നിഫ്റ്റി ഗ്ലോബൽ മാർക്കറ്റ്സ് നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ലെവലിൽ നല്ല പോസിറ്റീവ് ന്യൂസ് എന്തെങ്കിലും വന്നാൽ മേ ബി 23,000 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. then again മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ് നമുക്ക് മൊബൈലിൽ വാച്ച് ചെയ്യാനുള്ളത്. ഈ ഒരു 23,000 അതായത് 23,200 ലെവലിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,500 ലെവല്, 20,580 ലെവല്, then അതും ഫർദർ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പിന്നെ 22,000 വരെ നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലൊരു ഫാൾ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് 49,000 ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് 48,770 ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 200 പോയിന്റ്സിന് ഗ്യാപ് ഡൗണിൽ 1.30% ഡൗൺ മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി വന്നിട്ടുള്ളത്. സോ അതിനുശേഷം ഈ ഒരു ലെവൽ, അതായത് 48,680 ലെവലും അതുപോലെ 48,550 ലെവലും, ഈ ഒരു രണ്ട് ലെവൽസിന്റെ ഉള്ളിലാണ് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 10 o'clock ശേഷം 2 o'clock വരെ അതായത് സൈഡ് വൈസ് മൂവ്മെന്റ് തന്നിട്ടുള്ളത്. സോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവലിൽ ആണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് മെജോറിറ്റി ഓഫ് ഡേയും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 48,400 ലെവൽ വരെ നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ദെൻ 48,400 നിന്ന് ചെറിയൊരു കറക്ഷൻ തന്നിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് 48,575 ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. സോ ഒരു 1.30% ഡൗൺ സൈഡ് മൂവ് ആണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്നത്തെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഗ്ലോബൽ നെഗറ്റിവിറ്റി ന്യൂസുകളും ഗ്ലോബൽ മാർക്കറ്റ്സ് റെഡിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ ഡീറ്റെയിൽസ്, അതുപോലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ദെൻ ഹെവി വെയിറ്റ് സ്റ്റോക്സ്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഹെവി വെയിറ്റ് സ്റ്റോക്സ് എല്ലാം തന്നെ ഒരു മോർ ദാൻ 2% ഡൗൺ സൈഡ് മൂവ് ആണ് തന്നിട്ടുള്ളത്. അതായത് HDFC ലൈഫ് ആയാലും SBI ലൈഫ് ആയാലും ടെക് മഹീന്ദ്ര ആയാലും ഒക്കെ ഒരു മോർ ദാൻ 2% ഫാള് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ എല്ലാം റിസൾട്ട് എന്നാണ് തന്നെ നിഫ്റ്റിയും ഒരു 0.8% ഡൗൺ സൈഡ് മൂവ് ആണ് തന്നിട്ടുള്ളത്. സോ ഇന്നത്തെ FII DII ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ FII 14,162.04 ക്രോസിന്റെ ഷെയർസ് ബൈ ചെയ്തപ്പോൾ 88 ക്രോസിന്റെ ഷെയർസ് ആണ് സെൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. DI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12,954.15 ക്രോറിന്റെ ഷെയർസ് ബൈ ചെയ്തപ്പോൾ 7,720.36 ക്രോറിന്റെ ഷെയർസ് ആണ് സെൽ ചെയ്യുന്നത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 606.37 ക്രോസിന്റെ സെല്ലിംഗ് ആണ് ഇന്ന് ഓവറോൾ മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. സോ കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ളത് FII തന്നെയാണ്. കാരണം മോർ ദാൻ 6,000, അതായത് മോർ ദാൻ 20,000 ക്രോസിന്റെ ഷെയർസ് ആണ് FII മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ക്ലിയർ ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം ഈ 23,000 ലെവലിൽ നിന്ന് പുതിയൊരു ഹൈ കണ്ടെത്തുന്നതിന് മുന്നുള്ള ഒരു ചെറിയ കറക്ഷൻ. സോ അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നാളത്തേക്കുള്ള ലെവൽസ് വാച്ച് ചെയ്യാൻ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. സോ നാളത്തേക്കുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ 22,700 ആൻഡ് 20,800 ഐദർ അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ ഫർദർ ഡൗൺ സൈഡിലേക്കോ ബ്രേക്ക് ആവുകയാണെങ്കിൽ, സോ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 20,580 അതുപോലെ 20,500 ലെവൽസ്. സോ നമ്മൾ OI ചാർട്ട് നോക്കിയപ്പോഴും ഈ ലെവൽസിൽ നല്ല OI ബിൽഡപ്പ് ഉണ്ട്, അതായത് 20,500 ലെവൽസിലെല്ലാം. സോ ഫർദർ വീണ്ടും പാളാണെന്നുണ്ടെങ്കിൽ 22,000 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നിഫ്റ്റി. ദെൻ അപ്പർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22,800 ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇന്ന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുണ്ട്. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം മേ ബി 20,900 ലെവലിൽ 23,000 വരെ മൂവ് ചെയ്യാനുള്ള ചാൻസസ്. സോ 23,000 5 lakh അബോവ് ആയാണ് ബിൽഡപ്പ്. സോ അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയി തന്നെ ആക്ട് ചെയ്യും. സോ അപ്പർ സൈഡിലെ 23,000 വരെ പോകുന്നുണ്ടെങ്കിൽ 23,000 നിന്ന് വീണ്ടും ഒരു ഫർദർ ഫാളിനുള്ള ചാൻസ് ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ കാണാൻ സാധിക്കുന്നത്. സോ എല്ലാവരും മാർക്കറ്റ് നല്ലോണം വാച്ച് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക. നമുക്കറിയാം ഇന്ത്യ വെച്ച് പ്രകാരം ഇപ്പൊ മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. സോ ഇലക്ഷൻ ന്യൂസുകളും ഇലക്ഷൻ റിസൾട്ടിന്റെ ന്യൂസും സോ എല്ലാം കൊണ്ട് തന്നെ നല്ല വോളറ്റൈലാണ് മാർക്കറ്റ്. സോ ഓരോ ട്രേഡ്സും മാർക്കറ്റ് നല്ല വാച്ച് ചെയ്തതിനു ശേഷം ഇനിഷ്യേറ്റ് ചെയ്യാം. സോ നമുക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ F&O ട്രേഡ് ചെയ്യുന്ന ആളുകൾ മാക്സിമം മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. കാരണം ഒന്നുമല്ല, അതായത് നല്ല വോളറ്റൈൽ ആയിരിക്കും മാർക്കറ്റ്, ലോസസിനുള്ള ചാൻസസും, അതായത് കറക്റ്റ് ട്രെൻഡ് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് മാർക്കറ്റിൽ എന്താണ് മൂവ്മെന്റ് എന്ന് അറിഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൈ ലോസസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ക്വിക്ക് മൂവ്മെന്റ്സ് ആയിരിക്കും, കാരണം അത്രയും വോളറ്റൈൽ ആണ് മാർക്കറ്റ്. സോ എല്ലാവരും ട്രേഡ്സ് മാർക്കറ്റ് നല്ലോണം വാച്ച് ചെയ്തുകൊണ്ട് മാത്രം ഇനിഷ്യേറ്റ് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് അടുത്ത ദിവസം മാർക്കറ്റിന് ശേഷം വീണ്ടും കാണാം.